ലഹരിമരുന്ന് കേസുകളിൽ പോലീസ് പിടിയിലായിട്ടുള്ള സെലിബ്രിറ്റീസ് ആരൊക്കെ എന്ന് ഈ വീഡിയോയിൽ നോക്കാം. ഈ ലിസ്റ്റിൽ ആറാമതായിട്ട് ആക്ടർ വിനായകൻ. ഇദ്ദേഹം എത്ര വലിയ ആക്ടറാന്ന് പറഞ്ഞാലും ഇദ്ദേഹം ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പലതവണ സമൂഹത്തിൽ ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇദ്ദേഹത്തെ പോലീസ് പിടിക്കാറുണ്ട്. ഈ ലിസ്റ്റിൽ അഞ്ചാമതായിട്ട് ആക്ടർ ശ്രീനാഥ് ബാസി. ഈ റീസെന്റ് ടൈമിൽ ഇദ്ദേഹത്തെ കഞ്ചാവ് കേസിൽ പോലീസ് പിടിച്ചിരുന്നു. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിച്ചു. ഈ ലിസ്റ്റിൽ നാലാമതായിട്ട് തമിഴ് ആക്ടർ ശ്രീകാന്ത്. ഈ റീസെന്റ് ടൈമിൽ ഇദ്ദേഹം പൗഡർ യൂസ് ചെയ്ത വീഡിയോ വലിയ രീതിയിൽ ലീക്ക് ആയതിനെ തുടർന്ന് ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് ഷൈൻ ടോം ചാക്കോ. ഇദ്ദേഹവും മലയാള സിനിമയിലെ വലിയൊരു ആക്ടറാണ്. ഈ റീസെന്റ് ടൈമിൽ ഇദ്ദേഹത്തെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പോലീസ് പിടിച്ചിരുന്നു. നേരത്തെ വന്ന ആദ്യത്തെ കൊക്കൈൻ കേസിൽ ഷൈനെ രക്ഷിച്ചത് പോലീസ് വീഴ്ചകളാണെങ്കിൽ ഇക്കുറി അതടക്കമുള്ള വീഴ്ചകളില്ലാതെ പഴുതടച്ചു. ലിസ്റ്റിൽ രണ്ടാമതായിട്ട് ഇന്ത്യൻ സിനിമയുടെ കിങ് ഖാൻ എന്നറിയപ്പെടുന്ന ഷാരൂഖ് ഖാന്റെ മകനാണ്. ഇദ്ദേഹമാണെങ്കിൽ ഒരു പ്രൈവറ്റ് ഷിപ്പിൽ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇല്ലീഗൽ ഡ്രഗ്സ് യൂസ് ചെയ്തെന്ന പേരിൽ പോലീസ് പിടിച്ചിരുന്നു. എന്നാ ബോളിവുഡ് സൂപ്പർ സ്റ്റാറിന്റെ മകനാണെന്ന് പറഞ്ഞാലും ജയിലിൽ നിന്നിറക്കാൻ ഷാരൂഖ് ഖാൻ ശരിക്കും കഷ്ടപ്പെട്ടു. ഒന്നാമതായിട്ട് റാപ്പർ വേടൻ. ഇദ്ദേഹത്തെ ഈ റീസെന്റ് ടൈമിൽ 6 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച കേസിൽ പോലീസ് പിടിച്ചിരുന്നു. പക്ഷേ തന്റെ തെറ്റ് മനസ്സിലാക്കിയ വേടൻ എല്ലാവരോടും ക്ഷമ പറയുകയും ആരോടും ഇങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞു. ഇവന്റെ പുകവലി മദ്യപാനൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാം. ചേട്ടനോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ.